നമ്മളിന്ന് തൃശ്ശൂർ എന്നുള്ളത് കാഴ്ചബംഗ്ലാവ് കാണാനാണ്. 20 രൂപയാണ് അവിടുത്തെ പാസ് വരുന്നത്. അങ്ങനെ നമ്മൾ പാസ് എടുത്ത് അകത്ത് കയറി. മുള്ളമ്പന്നി ഇങ്ങനെ അകത്താണ്. നല്ല മഴയും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ചളിയും എല്ലാം ഉണ്ട്. കിളികളിലൊക്കെ കാട്ടങ്ങളും കൂടി ആയപ്പോഴത്തേനും ഒരുമാതിരി മണമായി അവിടെ. പിന്നെ നമ്മളിവിടെ പക്ഷികളുണ്ട്, എല്ലാം നനഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം അകത്ത് കയറിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ പോയി പൊന്നൂന് എമ്മുവിനെ പറഞ്ഞിട്ട് നല്ല പേടിയാണ്. ഇവിടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് കൂടുതൽ ആൾ വരുന്നതെന്നാണ് തോന്നുന്നത്. മലയാളികൾ വളരെ കുറവായിരുന്നു. ഇതിനകത്ത് മ്യൂസിയമാണ്. നമ്മൾ മ്യൂസിയത്തിലൊന്നും കയറിയില്ല. പിന്നെ നമ്മൾ മാനിൻ്റെ അടുത്തേക്കാണ് പോയത്. ഇവിടെ കാര്യമായിട്ടുള്ളത് മാന് മാത്രമാണ്. വേറെ എല്ലാ മൃഗങ്ങളും വളരെ കുറവാണ്. പല തരത്തിലുള്ള മാനുകളുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ അടുത്തത് പോയത് ഹിപ്പപ്പൊട്ടാമസിൻ്റെ അടുത്തായിരുന്നു. 2 ഹിപ്പപ്പൊട്ടാമസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മഴയൊക്കെ പെയ്ത് ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റാത്ത വൃത്തിഹീനമായ ഒരു ഏരിയ ആയിട്ടാണ് ഇപ്പം ഉള്ളത്. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. അടുത്തത് കുറുക്കൻ ഉള്ള ഏരിയയിലേക്കായിരുന്നു. കുറുക്കൻ്റെ ഒക്കെ കൂടും ഗ്രില്ലും ഒക്കെ ആകെ നാശമായി. മൊത്തത്തിൽ മഴയും കൂടി ആയിട്ടൊരു വൃത്തിഹീനമായ ഒരു ഏരിയ തന്നെ പറയാം. പിന്നെ കടുവയ്ക്കൊക്കെ വയസ്സായി. കടുവയ്ക്കൊന്നും വയ്യ, ആൾക്കാരോട് പ്രതികരിക്കാനോ ഒന്നിനും തന്നെ വയ്യ. നമ്മുടെ ടീമിൻ്റെ അടുത്തെത്തി. നമ്മുടെ കുരങ്ങന്മാർ. അങ്ങനെ നമ്മൾ പാമ്പുകളുടെ ഏരിയക്ക് പോയി. ചില കൂടൊന്നും നമ്മൾ തിരഞ്ഞു നോക്കിയ പാമ്പിനൊന്നും കാണാനില്ല. മിക്ക കൂടുകളും കാലിയാണ്. നമ്മളാ പൊത്തിലേക്കൊക്കെ നോക്കി, എവിടെ എല്ലാവരും എല്ലാ കൂട്ടിലും പാമ്പിനെ തിരയുക. പാമ്പുള്ള കൂടൊക്കെ വളരെ കുറവായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ മുതലയുടെ അടുത്തെത്തി. മുതലേനെ തിരഞ്ഞ് കാണണ്ടേ. മുതലൊക്കെ എവിടെ പോയി വിളിച്ച് എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മുതലേ കണ്ടെത്തി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങായി. അപ്പം വീണ്ടും കാണാം.